ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. എസെക്കിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വചനം. മനുഷ്യപുത്ര, നീ അവരെയോ അവരുടെ വാക്കുകളെയോ ഭയപ്പെടണ്ട. മുള്ളുകളും മുൾച്ചെടികളും നിന്നോടൊപ്പം ഉണ്ടായേക്കാം, തേളുകളുടെ മേൽ നിനക്കിരിക്കേണ്ടി വരാം. എന്നാലും നീ അവരുടെ വാക്ക് കേട്ട് ഭയപ്പെടുകയോ നോട്ടം കണ്ട് പരിഭ്രമിക്കുകയോ വേണ്ട. കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ്. അവർ കേട്ടാലും ഇല്ലെങ്കിലും എൻ്റെ വാക്കുകൾ നീ അവരോട് പറയണം, കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ്. മനുഷ്യപുത്ര, ഞാൻ നിന്നോട് പറയുന്നത് കേൾക്കുക. ആ ധിക്കാരികളുടെ ഭവനത്തെ പോലെ നീയും ധിക്കാരിയാകരുത്. ഞാൻ നിനക്ക് തരുന്നത് വാ തുറന്ന് ഭക്ഷിക്കുക. ഞാൻ നോക്കി, അതാ നീട്ടിയ ഒരു കരവും അതിലൊരു ലേഖന ചുരുളും. അവനത് എൻ്റെ മുമ്പിൽ വിടർത്തി അതിൻ്റെ അകത്തും പുറത്തും എഴുതിയിരുന്നു. അതിൽ വിലാപങ്ങളും പരിദേവനങ്ങളും ദുരിതങ്ങളും രേഖപ്പെടുത്തിയിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രവാചകനായ എസെക്കിയേലിനെ ആത്മാവ് നയിക്കുന്ന വഴികളാണിത്. പ്രതിസന്ധികളുടെ നടുവിൽ പരിശുദ്ധാത്മാവ് അവനോട് പറയുകയാണ്, നീ ദൈവവചനം ഭക്ഷിക്കുക. അതായത് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ നിറയാൻ നാം ഏറ്റവും അധികം ചെയ്യേണ്ടത് ദൈവവചനം അത് ഭക്ഷിക്കണം, ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ലൂക്ക 2:19, 2:51. മറിയമാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായിട്ട് ചിന്തിച്ചിരുന്നു. അനേക വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ഏറ്റവും വലിയ കൃപയായിരുന്നു. ഒരു പെട്ടെന്നൊരു അനോയിൻറ്റിങ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ ഏകദേശം 15 ദിവസം കൊണ്ട് 2000-ലധികം ദൈവവചനം ഞാൻ പഠിച്ചു. അത് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പോയ വഴികളിൽ ആത്മാവിൻ്റെ വ്യാപാര പ്രവർത്തനം അരൂപി എന്നെ നയിക്കുകയായിരുന്നു. ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക്, രോഗികളുടെ അടുക്കിലേക്ക് കൊണ്ടുപോവുക, ഒരാളടുത്ത് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട ഇതെല്ലാം എനിക്ക് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. അതുപോലെ പൈശാചിക ശക്തികളാണെന്ന് അത് തിരിച്ചറിയാം, അതെന്ത് ചെയ്താൽ അത് അരൂപി വെളിപ്പെടുത്തി തരികയായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണം ശരിക്കും ദൈവവചനം. പക്ഷേ യോഹന്നാൻ 6:63, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ദൈവമക്കളെ, പെന്തക്കോസ്തായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ദൈവവചനം ഭക്ഷിക്കുക, ഹൃദയത്തിൽ സംഗ്രഹിക്കുക, വാ തുറന്ന് ഭക്ഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം കിട്ടും, പരിശുദ്ധാത്മാ ശക്തി നിറയും. അപ്പോൾ നിങ്ങൾക്ക് സാത്താനെ കീഴ്പ്പെടുത്താൻ പറ്റും. അല്ല, ദൈവവചനമാണ് ഈ വചനം. പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന മക്കൾ ഭക്ഷിക്കേണ്ടത് ദൈവവചനമാണ്. അതാണ് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 4:4. അതായത് മനുഷ്യൻ അപ്പം കൊണ്ടല്ല ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന വചനം. വചനത്തിൽ ആത്മാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, തിരിച്ചറിയണം. അയാളുടെ കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ
ശക്തമായ മാധ്യസ്ഥതയാൽ തിരുസഭയിലേക്ക് അഗ്നിനാവുകളായി വീണ്ടും വന്നു നിറയണമേ. കർത്താവിൻ്റെ രണ്ടാം വരവിനായി ലോകത്തെ ഒരുക്കുവാൻ സഭയെ ബലപ്പെടുത്തിയാലും അങ്ങ് എല്ലാം കാണുന്നുണ്ടെന്ന ദൈവഭയത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. സഭാമക്കളായ ഞങ്ങളെല്ലാവരും എന്നും കർത്താവിൻ്റെ മഹത്വത്തിനായി അധ്വാനിക്കുവാൻ കൃപ നൽകണമേ. ആമേൻ.